ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ ഏതായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FC അടുത്ത ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിന് മുന്നോടിയായിക്കൊണ്ട് നടന്ന പത്രസമ്മേളനത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ചും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ഗോൾ കീപ്പറായ കരൺജിത് സിംഗുമാണ് പങ്കെടുത്തിട്ടുള്ളത്. ഏതായാലും ഈ ഒരു അഭിമുഖത്തിൽ കരൺജിത്തിനോട് ചോദിച്ച ഒരു ചോദ്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ കളിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര സന്തോഷമുണ്ട് എന്നുള്ളത്. ഏതായാലും കരൺജിത്ത് വളരെ ആകർഷണീയമായ ഒരു ഉത്തരമാണ് അതിന് നൽകിയിട്ടുള്ളത്. ഏതായാലും കരൺജിത്തിന്റെ വാക്കുകളിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ISLനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്നെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം, അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മത്സരം ഈ വരുന്ന മാർച്ച് അഥവാ നാളെ രാത്രി 7:30 നടക്കാൻ പോകുന്നത്. ഏതായാലും ഈ ഒരു ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഈ ഒരു മത്സരം ഒരു എവേ പോരാട്ടം കൂടിയാണ്. അതും ബ്ലാസ്റ്റേഴ്സിന്റെ ആജന്മ ശത്രുക്കളായ ബാംഗ്ലൂരു FCയോടാണ് നാളത്തെ മത്സരം. നിലവിൽ ഇപ്പോൾ ഈ ഒരു മത്സരത്തെ തുടർന്നുകൊണ്ട് മത്സരത്തിന് മുമ്പേ തന്നെ ഇരു ടീമുകളുടെ ആരാധകർ തമ്മിൽ ഏറ്റുമുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു മത്സരത്തിന് മുൻപായി കൊണ്ട് നടന്ന പത്രസമ്മേളനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാനും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ഗോൾ കീപ്പറായ കരൺജിത് സിംഗുമാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും കരൺജിത്തിനോട് അതിൽ ചോദിച്ചൊരു ചോദ്യമാണ് താങ്കൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ കളിക്കുമ്പോൾ എത്രത്തോളം സന്തോഷമുണ്ട് എന്നുള്ളത്. ഏതായാലും ഈ ഒരു ചോദ്യത്തിന് കരൺജിത്ത് വളരെ ആകർഷണീയമായ ഉത്തരമാണ് നൽകിയിട്ടുള്ളത്. ഏതായാലും കരൺജിത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: അവസരം ലഭിക്കുമ്പോൾ എല്ലാം തന്നെ ഞാൻ സന്തോഷവാനാണ്. കൂടാതെ അവസരം കിട്ടുമ്പോൾ എല്ലാം തന്നെ ഞാൻ അഭിനയിക്കണം. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഞാൻ ഇവിടെ ഉള്ളതും. കൂടാതെ ഇനി ഞങ്ങൾക്ക് മുന്നിലുള്ളത് വളരെ പ്രധാനപ്പെട്ട 6 ഗെയിമുകളാണ്. ഇത് കൂടാതെ ഞങ്ങൾ മത്സരങ്ങൾ വിജയിക്കുമ്പോൾ എല്ലാം തന്നെ അത് മികച്ചതാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞങ്ങൾ ഓരോന്നായി പോകുന്നു. എല്ലാ മത്സരങ്ങളും വിജയിക്കാൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കാറുള്ളത്. കൂടാതെ തന്നെ ഞങ്ങൾ പരമാവധി പോയിന്റും സ്കോർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെയാണ് മത്സരത്തിന് മുൻപോടിയായി കൊണ്ട് നടന്ന പത്രസമ്മേളനത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ സൂപ്പർ ഗോൾ കീപ്പറായ കരൺജിത് സിംഗ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കരൺജിത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന അഥവാ നാളത്തെ മത്സരം അവർ വളരെ നിർണായകത്തോടെയാണ് നോക്കിക്കാണുന്നത് എന്നും കൂടാതെ തന്നെ ഇനിയുള്ള എല്ലാ മത്സരങ്ങളിൽ നിന്നും അവർ മാക്സിമം സ്കോറുകൾ വാങ്ങാൻ ശ്രമിക്കുമെന്നൊക്കെയാണ്. ഏതായാലും കരൺജിത്തിലെ ഇത്തരത്തിലുള്ള ഒരു വാക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഏതായാലും നാളെ നടക്കാൻ പോകുന്ന ബാംഗ്ലൂരു FCക്കെതിരായുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോറും ഒന്ന് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത് കമന്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.